ഞാൻ ഈശ്വരവിശ്വാസി അല്ലെന്ന് തെറ്റായ ധാരണയാണ്. എനിക്ക് ഈശ്വരനെ കുറിച്ചൊരു ധാരണയുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ഈശ്വരൻ ചെയ്യുന്ന വികൃതിയെല്ലാം കാണിക്കുന്ന ഈശ്വരനല്ല. നിങ്ങളെ കുറച്ചുകൂടെ മാന്യൻ മാത്രമല്ല, നല്ല ബോധമുള്ള, ശാസ്ത്രബോധമുള്ള ഒരാളുണ്ട് എന്റെ ദൈവം. മനസ്സിലായില്ലേ? ആ ദൈവത്തിന് ഭൂമി ഉരുണ്ടതാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഈ പ്രപഞ്ചത്തിന്റെ കോടാനുകോടി നക്ഷത്രങ്ങളെ കുറിച്ചും അതായത് ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെ കുറിച്ചും അറിയാം. ആ ദൈവത്തിന് ഉള്ള കഴിവെന്തെന്നറിയോ? സന്തോഷ് ജോർജ് കുളങ്ങര സമൂഹത്തോട് എന്തു പറയണമെന്ന് തീരുമാനിക്കുന്ന പോലും ആ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പോലും ഞാൻ എന്ത് പറയണമെന്ന് ആ ദൈവമാണ് തീരുമാനിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ പിന്നെ ദൈവവിശ്വാസിക്ക് അതല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ദൈവവിശ്വാസിയാണ് ഞാൻ. 100% ദൈവവിശ്വാസിയാണ്. പക്ഷെ എന്റെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാന് നിങ്ങൾ കരുതുന്ന ദൈവങ്ങള്, ദൈവത്തിന്റെ ചപലതകള്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ദൈവത്തിന്റെ പടം ഒരു പള്ളി നമ്മൾ കാണുകയാണെങ്കിൽ, പള്ളികളിലാണെങ്കിൽ പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ നരച്ച താടിയും നരച്ച മുടിയൊക്കെ ഉള്ള ഒരു കക്ഷിയല്ലേ പലയിടത്തും പരിശോധിച്ചിരുന്നത്. ഇപ്പോഴല്ല, എന്റെ ബാല്യകാലത്തൊക്കെ അങ്ങനെയാ. മിനിമം ഈ ചെറുപ്പക്കാരനായ ജീസസ് ക്രൈസ്റ്റിന്റെ ഫാദറാണല്ലോ. അപ്പൊ ദൈവത്തിന് നരച്ച താടി ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും വയസ്സായതായിരിക്കുമല്ലോ. അപ്പൊ കുറച്ചു കാലം കൂടെ കഴിയുമ്പോഴോ മരിച്ചു. ദൈവങ്ങളുടെ സങ്കല്പം പലതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നും അല്ല എന്റെ ദൈവസങ്കല്പം. ഞാൻ പറഞ്ഞു വന്നത് അത്തരം ബാലിശമായി, അതായത് 500 കൊല്ലം മുമ്പത്തെ മനുഷ്യനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു വിശ്വസിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരെ അതിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഇന്ന് അതെല്ലാം നമ്മൾ പറയുന്നില്ല. പണ്ട് തന്നെ എന്റെ ബാല്യകാലത്തൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നേരിട്ട് പോവില്ല. ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, ശുദ്ധീകരണ സ്ഥലം. ഈ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുന്ന ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ ഭൂമിയിലുള്ള ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും ഒപ്പീസ് ഇല്ലുകയും പള്ളി സെമിത്തേരി പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് കുറെ വർഷങ്ങൾ കൊണ്ടേ ഇത് പോവുള്ളൂ. ഇപ്പൊ പക്ഷെ അധികം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ടോ? അല്ല, ഇത് ഞാന് കേൾക്കാറില്ല. ഇപ്പൊ സ്വർഗം അല്ലെങ്കിൽ നരകം എന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതുമില്ലെന്ന് പറയാതാകുന്ന ഒരു കാലം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.